രാവിലെ ദോശ ഉണ്ടാക്കാമെന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാവ് ഇതേ മഴയായതുകൊണ്ട് ഭയങ്കര തണുപ്പല്ലേ, കാര്യമായിട്ട് പുളിച്ച് പൊന്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. അടുപ്പത്ത് വെച്ചിരുന്ന ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് മുളകും സവോളയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സവോള ഒരു ഇതായപ്പോഴത്തേക്കും തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരണം കേട്ടോ. ആ എണ്ണ തെളിഞ്ഞ് വന്ന് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ. ഇനിയിപ്പോൾ ചട്ടിയുടെ ചൂടിൽ നിന്നിട്ട് കുറച്ച് നേരം കൂടി ആവും. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ കരിഞ്ഞു പോകും കേട്ടോ. ഇനിയിപ്പോൾ ചട്ടിയുടെ ചൂടിരുന്ന് ഒന്നും കൂടി ഒന്നാവും. അപ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് നാളികേര ചട്നി അരച്ചിട്ട് വരാം. ഇവിടെ വെള്ള ചട്നി ആയിട്ട് അരയ്ക്കാറ്. ഞാനതിലിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം നേരത്തെ ഞാൻ ചിരണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട പോലെ ആയിട്ടൊന്ന് ഉടച്ച് കൊടുക്കായിരുന്നു കേട്ടോ. അതങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഞാനിതിൽ മുളകും ഇതൊക്കെ ചേർക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ അവളെന്ന് പറയുമ്പോഴാണ് അയ്യോ ഇത് ചേർത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരണേ. പിന്നെ പെട്ടെന്ന് തന്നെ അതേ കുറച്ച് മുളകും മുളക് തപ്പിപ്പോയ സമയത്ത് ഒരു ഉള്ളിയും കൂടി കിട്ടി. അപ്പം എന്നാൽ അതും കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് ഞാൻ അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കറണ്ട് പോണതിന് മുന്നേ അരച്ചെടുക്കണം. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി. അപ്പോൾ ഞാനത് മുളകും ഉള്ളിയും കരിവേപ്പിലയും കൂടി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ എണ്ണയിലേക്ക് ഇട്ടു കേട്ടോ. എനിക്ക് ഈ എണ്ണയുടെ അടുത്ത് ഇങ്ങനെയാണ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി ഇടില്ല. അതെനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനപ്പോഴത്തേക്ക് ഓടി മാറും. കടുകിടാൻ മറന്നവരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഉള്ളി മരയുടെ കടുക് ഇട്ടു. അത് ഫുള്ളും കാച്ചി ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ചട്ടിയിൽ നന്നായിട്ട് വടിച്ചെടുത്തു. ഇങ്ങനെ ചട്ടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ നാളികേര ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി വഴറ്റി വെച്ചതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതെന്തായാലും വരയ്ക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് ഇങ്ങനെ വന്നു പോയി കളിക്കുക, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. അതിലിങ്ങനെ എണ്ണയുള്ളതും ആ ചട്ടിയിലുണ്ടായിരുന്നത് ഫുള്ളും അങ്ങനെ തൂത്തെടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ വേറൊന്നും ചേർക്കില്ല കേട്ടോ. അതങ്ങനെ അരച്ചെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കും. അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. ഉപ്പ് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ആവശ്യത്തിന് നോക്കിയിട്ട് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് നല്ല പാകത്തിനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉള്ളിയുടെ മൂപ്പും ഒക്കെ കറക്റ്റായിരുന്നു. ഇതിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചമ്മന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ പണികൾ കഴിഞ്ഞു കേട്ടോ. ചട്നി രണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയ്ക്കുള്ള മാവ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊന്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. പുളിയും കുറവാണ്. അത് തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. സാധാരണ ഞാൻ നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാറുണ്ട്. ഇന്നപ്പോൾ എനിക്കൊന്നും ചേർക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്നൊന്നും ചേർക്കണ്ട, നെയ്യും വെളിച്ചെണ്ണൊന്നും ഇല്ലാണ്ട് അല്ലാണ്ട് അതിനെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമ വന്നിട്ട് പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് നെയ്യ് ചേർത്തിട്ട് വേണമെന്ന് പറഞ്ഞു. മേമയ്ക്കുള്ളത് മാത്രം നെയ്യ് ചേർത്തിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം മാത്രം നെയ്യ് ചേർത്തിട്ടാട്ടോ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പരിപാടിയൊക്കെ നടത്തുന്ന നേരത്ത് കുഞ്ഞനവിടെ നിന്ന് ഗംഭീര പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്കും ഒരു ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഒരു ദോശ എടുത്തു അവൾക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ചട്നിയും ചമ്മന്തിയൊക്കെ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് മേമ ഓടി വന്നു കേട്ടോ. ഞാനത് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട്. എങ്ങനെയുണ്ട് മേമ കഴിച്ചിട്ട്? ദോശയും ചമ്മന്തിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ പോയി ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.